പരമകാരുണ്യവാനായ ദൈവമേ, ഈ ലേലവസ്തുക്കളെ ആശീർവദിക്കണമേ. അങ്ങയുടെ ഇഷ്ടാനുസരണം ഇത് ഉപയോഗിക്കുന്നവർക്ക് ഐശ്വര്യവും സമാധാനവും നൽകണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആഹാ, നല്ല ഒന്നാം തരം പൂവൻ 300 രൂപ. പൂവി തെളിഞ്ഞ നല്ല നാടൻ പൂവൻ 400. നാടനൊന്നുമല്ല, അത് 2000. 400 ഒരു തരം. 400 2 തരം. 500 രൂപ. ജെയിംസ് 500 പോരട്ടെ. 600 രൂപ. മറ്റത്തിൽ ഔസേപ്പച്ചൻ 600. പോരട്ടെ പോരട്ടെ പോരട്ടെ. നല്ല കൂവി തെളിഞ്ഞ നല്ല നാടൻ പൂവനാണ്. ലേലം വിളിക്കുന്നില്ലേ? എനിക്ക് കോഴി വേണ്ട. നല്ല നാടൻ പൂവന. എന്റെ മക്കച്ചോ ഒന്ന് കയറ്റി പിടിക്കേ. വേണ്ട ചോ, നാടൻ കോഴിയല്ലേ, കൊളസ്ട്രോളാ. പച്ചക്കറി തുടങ്ങട്ടെ, അപ്പൊ വിളിക്കാം. വക്കച്ചന് വേണ്ടാത്ത കോഴി 600. 700. 700. ജെയിംസ് 700. ഒരു തരം. 800 രൂപ. മറ്റത്തിൽ ഔസേപ്പച്ചൻ 800. മറ്റത്തിൽ ഔസേപ്പേട്ടൻ 800. 1000. ജെയിംസ് 1000 പിടിച്ചേക്കുന്നു. 1000 ഒരു തരം. 1100 രൂപ. 1100 ഒരു തരം. 2 തരം 3 തരം. ഇത്തവണ ലേലത്തിന്റെ ഹൈലൈറ്റ് പുളിക്കൽ ജോർജ് കുട്ടിച്ചായന്റെ ആട്ടിൻകുട്ടി 4000 രൂപ. നല്ല നാടൻ പ്ലാവില കൊടുത്തു വളർത്തിയ നാടൻ ആട്ടിൻകുട്ടി 4000 രൂപ. എന്റെ വക ഒരു 5000. പടിഞ്ഞാറപ്പറമ്പിൽ ജോസൂട്ടിയെ 5000 രൂപ. 6000. കുരിശിങ്കൽ ടോണി 6000. 7000. നീ കൂനറിഞ്ഞ് ഇവര് കേട്ടോ. അച്ചാന് വേണോ? എനിക്ക് വേണ്ട, ആടല്ലേ, അത് കൊളസ്ട്രോളാ. 8000. ടോണിച്ചൻ 8000. എന്നാ ജോസൂട്ടി 9000. അതെ 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 അച്ചോ, വല്ല പച്ചക്കറി വിളിക്കുന്നുണ്ടോ? വിളിക്കേ. ഇല്ല, ഞാൻ പാട്ടിന് പോകും. മണിക്കൂർ 3. എന്റെ പൊന്നു വക്കച്ച ലേലം ഉറപ്പിച്ചു. ജോസൂട്ടി 10000 രൂപ. 1 തരം 2 തരം 3 തരം. 10000. ആർക്കും വേണ്ടേ? അച്ഛൻ വെച്ച് തന്നല്ലേ. ഇനി എനിക്കിട്ട് എന്നാണ് വെക്കാൻ പോകുന്നത്? പച്ചക്കായ മറക്കണ്ട. ഓടാ അവിടുന്ന്. ചേട്ടനാണോ? നീ തന്നെ വക്കച്ചന് നല്ല നാടൻ പടവലങ്ങ. ചേച്ചി മുന്നീന്ന് മാറ്. സ്പീഡ് കൊടുക്കണ. ഈ കുന്നത്തിന് വാലിന്ന് മാറ്റി പിടിക്കും. ബ്രേക്ക് ഈ പാട്ട വണ്ടിക്ക് ബ്രേക്ക് ഇല്ലല്ലോ. നിനക്ക് വണ്ടി തന്നെ അവളെ കൊല്ലും. ഞാൻ സഹിച്ചു. കുറച്ച് നേരത്തേക്കൊന്നും മിണ്ടാതിരിക്കാമോ? ഞാനൊന്ന് കോൺസെൻട്രേറ്റ് ആയിട്ടെ. ഇടത്തോട്ട് റൈറ്റ് അല്ലേ? അല്ലേ, ഞാൻ ഓടിച്ചോളാം. പോയി എന്തോ മിസ്സിംഗ് ആന്ന് തോന്നുന്നു. മിസ്സിങ്. വണ്ടിയിലോട്ട് കയറി, വീട്ടിലോട്ട് വിടാം. വേണ്ട ജോസൂട്ടി ചേട്ടാ, എനിക്ക് റിൻസിയുടെ വീട്ടിലൊന്ന് കയറണം. കൊള്ളാലോ. ഇതെന്നാ ആട്ടിൻകുഞ്ഞിനെ ലേലം വിളിച്ചാലോ? എല്ലാവരും ലിഫ്റ്റ് കൊടുത്ത ജോസാരോട് അന്വേഷണം പറഞ്ഞേ. വണ്ടിയുടെ അല്ലെങ്കിൽ നീ ആടിനെ പിടിക്കാൻ ചാടിക്കില്ല. ഫസ്റ്റ് എടുക്ക്. ഫസ്റ്റ് അല്ലേ? അപ്പോ ജോസൂട്ടി ചേട്ടൻ ആട്ടിൻകുഞ്ഞിനെ വെച്ച് നമുക്ക് അടുത്ത റീൽ എടുത്താലോ? ഇതെങ്ങനെയുണ്ട്? കൊള്ളാം. ഇത് നമുക്ക് അവിടെ എടുത്താലോ? എന്നാ ഫോൺ അവിടെ സെറ്റ് ചെയ്യാം. എന്നാത്തിന്റെ കേടാ മനുഷ്യ ഈ പെമ്പിള്ളാരുടെ പുറകെ ഇങ്ങനെ ബൈക്കും കൊണ്ട് നടക്കാൻ? എടീ, 10-25 വർഷം സർവീസിലുണ്ടായിരുന്ന ഞാൻ നിനക്ക് നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം അറിയോ? പിന്നെ അതൊക്കെ നോക്കിയാ പെമ്പിള്ളാരെ വളർത്താൻ പറ്റൂ? ഇത് പഴയ കാലമൊന്നുമല്ല, അതാദ്യം മനസ്സിലാക്കുക. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് നേരെ ചൊവ്വേ റോട്ടിലിറങ്ങി നടക്കാൻ പറ്റുമോ? ന്യൂസ് ചാനലിലെ നിമ്മിയുടെ തിരോധാനം അന്തിച്ചർച്ച കാണാൻ ഞാൻ എന്തായാലും ആഗ്രഹിക്കില്ല. ഷോ, ഈ പോലീസുകാരല്ല ഇങ്ങനെ ആയിപ്പോയല്ലോ ദൈവമേ. നിങ്ങളുടെ തലക്കെത്തന്തോ കുഴപ്പമുണ്ട്. ഇപ്പൊ ചികിത്സിച്ചാ കൊള്ളാം. എനിക്കല്ല കുഴപ്പം, നിനക്കാ കുഴപ്പം. ചേട്ടാ, ഈ തൊണ്ടിയിലെ തോമാശന്റെ വീടേതാ? ഏതുണ്ട്? എനിക്കറിയൊന്നുമില്ല. നീ ആ റോട്ടിൽ പോയി അന്വേഷിക്കും. അതാ കേറ്റത്തില് വീടല്ലേ? നിങ്ങൾക്ക് അതങ്ങ് പറഞ്ഞു കൊടുത്താൽ പോരായിരുന്നു? നിനക്കറിയാണ്ട, ഇത് വഴി രണ്ട് വന്നിട്ടുള്ളതൊന്നല്ല. ഓരോരുത്തർ അറിയിക്കോളും. എന്നെ കുറിച്ച് അറിയില്ല അവന്, എനിക്കെല്ലാം അറിയാം. മനസ്സിലായ?